നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ ടൈം ആയിട്ടുണ്ടോ? നമ്മുടെ ആധാർ കാർഡ് ഇതിനു മുമ്പ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ? ആധാർ കാർഡ് എടുത്തതിന് ശേഷം എത്ര തവണ നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്? വാട്സ്ആപ്പ് ഗീസ് വോക്സിമേഡ് നാസിമാണ് 10 കൊല്ലമായിട്ടുള്ള ആധാർ കാർഡ് നിർബന്ധമായിട്ടും അപ്ഡേഷൻ ചെയ്യാനുള്ള ഫ്രീ ആയിട്ട് അപ്ഡേഷൻ ചെയ്യാനുള്ള ഡേറ്റ് 2024 മാർച്ച് 14 വരെ നമുക്ക് ഗവൺമെന്റ് നീട്ടി തന്നിരിക്കുകയാണ്. ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാ ആളുകൾക്കും അറിയാം. പല ആളുകൾക്കും നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ ടൈം ആയോ, ഇല്ലെങ്കിൽ അപ്ഡേഷൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യാൻ ടൈം ആയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. ലൈവായിട്ട് നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ, അപ്ഡേഷൻ ചെയ്യാൻ ടൈം ആയിട്ടുണ്ടോ എന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അപ്ഡേഷൻ ഹിസ്റ്ററി അറിയുവാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളോ ഇല്ലെങ്കിൽ ക്രോം ബ്രൗസറോ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ UIDAI എന്ന് സെർച്ച് ചെയ്യുക. ഇത്തരത്തിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം വരുന്ന ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ആധാറിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ നിങ്ങളോട് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ടായിരിക്കും. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ ആദ്യം ഒരു ബാനറാണ്. നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ആയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ഡേഷൻ ചെയ്തോളാൻ പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള വീഡിയോ ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. ആധാർ അപ്ഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് ആധാർ, അപ്ഡേറ്റ് ആധാർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ഒരു അപ്ഡേറ്റ് ആധാർ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് ആധാർ അപ്ഡേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോൾ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആധാറിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൻ്റെ അകത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി ലോഗിൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്. ആധാർ കാർഡ് നമ്പർ നിങ്ങളിവിടെ പ്രോപ്പറായിട്ട് അടിച്ചു കൊടുക്കുക. ശേഷം ഈ ഒരു ക്യാപ്ച കറക്റ്റായിട്ട് തന്നെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെൻഡ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ആ ഒരു മൊബൈലിലേക്ക് നിങ്ങൾക്കൊരു OTP കിട്ടുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് വേണ്ടത് ആധാറിൻ്റെ ഹിസ്റ്ററിയാണ്. നമ്മൾ അപ്ഡേഷൻ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ അതിന് തൊട്ട് താഴെ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ചില സമയത്ത് ഈ ഒരു ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് വർക്ക് ആകാൻ സാധ്യതയില്ല. സെർവർ ഡൗൺ ആണെങ്കിൽ മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ റിക്വസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് കംപ്ലീറ്റ് എന്നും പറഞ്ഞതായി ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ എന്നാണ് നിങ്ങൾ ആധാർ കാർഡ് അവസാനമായിട്ട് അപ്ഡേഷൻ ചെയ്തിരിക്കുന്നതെന്നുള്ള ഡേറ്റ് സഹിതം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത്തരത്തിലും ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന 2 കാര്യങ്ങളാണ്. എൻ്റെ ഡോക്യുമെൻറ്റ് ഞാൻ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു PVC ആധാർ കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. PVC ആധാർ കാർഡ് ഓർഡർ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് കയറി കണ്ടു നോക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ അപ്ഡേഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഹിസ്റ്ററിയും കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. ആധാറുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.